മരണത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരാളെ പുറകോട്ട് വലിച്ച് ജീവിതം വല്ലാതെ വശീകരിച്ചു കളയും. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ കുമാല എന്ന ചെറുകഥയിൽ ആത്മഹത്യയെപ്പറ്റി സംസാരിക്കുകയാണ് സൈക്കോളജിസ്റ്റ്. യെസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ സൈക്കോളജി ബിഹൈൻഡ് സൂയിസൈഡ്. പല കാരണങ്ങളുണ്ട്. സിവിയർ ഡിപ്രഷൻ, ബൈപോളാർ ഡിസോർഡർ തുടങ്ങിയ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, ഇംപെയർഡ് ഡിസിഷൻ മേക്കിംഗ്, സോഷ്യൽ ഐസൊലേഷൻ എന്നിവയെല്ലാം സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്ന കാരണങ്ങളായി പഠനങ്ങൾ പറയുന്നുണ്ട്. ബട്ട് പലപ്പോഴും മനുഷ്യർ വളരെ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് കടക്കുന്നതിന് പിന്നിലെ ഒരു റീസൺ പറയാൻ ശ്രമിക്കാം. വളരെ സിവിയർ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ പെയിൻ റെസിസ്റ്റ് ചെയ്യാനാകാതെ വരുന്നത്. ദിസ് മൊമെന്റ്സ് ഫീലിംഗ്സ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ക്യാൻ ബിക്കം ഓവർവെൽമിംഗ്. മാനസികമായി വളരെ അടുപ്പമുള്ളവരിൽ നിന്നുണ്ടാകുന്ന പെയിൻ, തന്നെ കേൾക്കാൻ ആരും ഇല്ല എന്നുള്ള തോന്നൽ, അവർ കടന്നു പോകുന്ന സിറ്റുവേഷൻ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന ചിന്ത, ആൻഡ് ഈ ലോകത്തിന് തന്നെ ആവശ്യമില്ല എന്നൊക്കെയുള്ള തോന്നൽ ഒരാളെ സൂയിസൈഡൽ തോട്ട്സിലേക്ക് ലീഡ് ചെയ്യും. സൈക്കോളജി സേസ് when distress hits hard, our ability to think clearly can fade, leading to impulsive decisions without fully considering the consequences. ഒരിക്കൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് HOD സമാനമായ ഒരു സാഹചര്യത്തിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങളെ ഒരാൾ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അയാളൊന്ന് ശ്രമിച്ചു നോക്കുന്നേ ഉള്ളൂ. അതിനുവേണ്ടി അയാൾ മാനസികമായും ശാരീരികമായും നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചെന്നിരിക്കും. ഇതെല്ലാം അയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് അറിയുമ്പോഴാണ് നിങ്ങൾ നിസ്സഹായരായി പോകുന്നത്. ശരിയാണ്, അയാളൊന്ന് ശ്രമിച്ചു നോക്കിയല്ലേ ഉള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ സ്വയം ജീവിതം തന്നെ അവസാനിപ്പിച്ച് അയാൾക്ക് പരാജയപ്പെട്ടു കൊടുക്കുവാണോ? നിങ്ങളെ കേൾക്കാൻ തയ്യാറല്ലാത്ത, നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. പക്ഷേ 800 കോടിയിലധികം മനുഷ്യരുള്ള ലോകമാണിത്. നിങ്ങളെ നോൺ ജഡ്ജ്മെന്റലായി കേൾക്കുന്ന, നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന, നിങ്ങളെ ആവശ്യമുള്ള ഒരു മനുഷ്യൻ പോലും ഉണ്ടാകില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലൈഫിൽ എപ്പോഴെങ്കിലും സൂയിസൈഡൽ തോട്ട്സ് വന്നിട്ടുള്ളവരോടാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങളെ ഡിസ്ട്രെസ് ബാധിക്കുകയാണെങ്കിൽ ഉറപ്പായും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം. ആൻഡ് ട്രസ്റ്റ് മീ, എവ്രിതിങ് വിൽ ചേഞ്ച്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ there will be someone who choose you over their need. Be happy.